തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലും പച്ചവർഗീയത പരത്തി CPM. BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ പരാതി. അള്ളാഹു നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെപ്പറ്റി പരാതിയിൽ പരാമർശമില്ല. ഷംന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സജീന ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ജയ് UDF, ജയ് മുസ്ലിം ലീഗ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, CPM ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കോർപ്പറേഷനിലെ പാർട്ടി പാർലമെന്ററി ലീഡർ SP ദീപക്കാണ് പരാതി നൽകിയത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷേ ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ വിചിത്രമായിട്ടുള്ള പരാതിയുടെ ഉള്ളടക്കം. പ്രജിത്ത്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവ പറഞ്ഞിരിക്കുന്നത്? അനിൽ, വളരെ വിചിത്രമായ ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ വിവിധ ദൈവങ്ങളുടെയൊക്കെ പേരുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ആറ്റുകാലമ്മ, അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി തുടങ്ങിയിട്ടുള്ള, ഒപ്പം അള്ളാഹുവിന്റെയും ഒക്കെ പേരുകളിൽ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ നടത്തി എന്നൊരു മെൻഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ പരാതിയുടെ കാതലായ ഭാഗത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നിയമവിരുദ്ധത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ 5ാം നമ്പർ പാരഗ്രാഫായിട്ടാണ് 20 പേരുകൾ നൽകിയിരിക്കുന്നത്. പക്ഷേ 20 പേരുകൾ നൽകിയിരിക്കുന്നതിന് ഒരു പ്രശ്നമുള്ളത്, ആ 20 പേരും BJPയുടെ കൗൺസിലർമാരാണ്. അതോടൊപ്പം തന്നെ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭാരതാംബയുടെയും അതോടൊപ്പം തന്നെ ആറ്റുകാലമ്മയുടെയും ഒക്കെ അങ്ങനെയുള്ള ദൈവങ്ങളുടെയും ഒക്കെ പേരുകളിലാണ്. വീരപരിധാനികൾക്കൊക്കെ അവരുടെയൊക്കെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കൂട്ടത്തിലുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ആളുകൾക്കെതിരെ ഇക്കാര്യത്തിൽ പരാതി ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 20 പേരുടെ കൂട്ടത്തിൽ കോൺഗ്രസുകാരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരാതി കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു വലിയ പരാതിയാണ്, 6-7 പേരുകളുള്ള പരാതിയാണ്. അതിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ നിയമസഭയിൽ, അല്ലെങ്കിൽ ക്ഷമിക്കണം, കോർപ്പറേഷനിൽ ഉണ്ടായി. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ചില സാധാരണഗതിയിൽ ഇല്ലാത്ത രീതിയിലുള്ള സത്യപ്രതിജ്ഞകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയിൽ ആദ്യഘട്ടത്തിൽ അള്ളാഹുവിന്റെ പേരടക്കം സൂചിപ്പിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരടക്കം സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ചു എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇതിന്റെ കാതലായ പരാതി ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് ഈ സത്യപ്രതിജ്ഞ നടത്തിയതുള്ള അല്ലെങ്കിൽ അവരുടെ ആ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM നൽകിയിരിക്കുന്ന പരാതി നൽകിയിരിക്കുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് BJPയുടെ മാത്രം കൗൺസിലർമാർ. അവരാകട്ടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർ, പ്രത്യേകിച്ച് ഭാരതാംബയുടെയും അതോടൊപ്പം തന്നെ ആറ്റുകാലമ്മയുടെയും ശ്രീപത്മനാഭസ്വാമിയുടെ ഒക്കെ പേര് സത്യപ്രതിജ്ഞ 20 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് വരുമ്പോൾ അല്പം മുമ്പ് നമ്മൾ കാണിച്ച വീഡിയോയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ UDFന്റെ 2 പ്രത്യേക അവർ രണ്ടുപേരും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളാണ്. UDFന്റെ 2 വനിതാ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. പ്രത്യേകിച്ച് ഈ പുത്തൻപള്ളി വാർഡിൽ നിന്നും ജയിച്ച UDF സ്ഥാനാർത്ഥി ഷംന ടീച്ചർ, ഭീമാപ്പള്ളി വാർഡിൽ നിന്നും ജയിച്ച UDF സ്ഥാനാർത്ഥി സജീന ടീച്ചർ, ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നത്. ആ സത്യപ്രതിജ്ഞ നടത്തിയത് ഈ ഒഴിവാക്കേണ്ട, സത്യപ്രതിജ്ഞ റദ്ദാക്കേണ്ട ആ 20 പേരുടെ ലിസ്റ്റിൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം വിശദമായി അടുത്ത പാരഗ്രാഫുകളിലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ റദ്ദാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുള്ള ഭാഗത്ത് ഈ പറയുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചു എന്നുള്ളൊരു പരാമർശവും വരുന്നില്ല. അവിടെ എല്ലാം CPM ചൂണ്ടിക്കാട്ടുന്നത് ആറ്റുകാലമ്മയുടെയും ശ്രീപത്മനാഭസ്വാമിയുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു, അത് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ പ്രധാനപ്പെട്ട ചോദ്യം, അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ ആരുടെയും സത്യപ്രതിജ്ഞ CPMന് റദ്ദാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മറിച്ച് ആറ്റുകാലമ്മയുടെയും ശ്രീപത്മനാഭസ്വാമിയുടെയും ഒക്കെ പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ മാത്രം റദ്ദ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അവരുടെ മാത്രം ഈ പറയുന്ന കൗൺസിലർ സ്ഥാനത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ മതിയോ CPMന് ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സ്വാഭാവികമായ ഒരു വിരട്ടത്താപ്പ് നമുക്കിതിൽ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് അനിൽ, ഈ ഒളിച്ചു കിടത്തുന്നതിന് CPM എപ്പോഴും വലിയ മിടുക്ക് കാട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പരാതി വരുന്നു, ആ പരാതിയുടെ ആദ്യ പേജിൽ ഈ പറയുന്ന രീതിയിൽ മറ്റു ദൈവങ്ങളുടെയൊക്കെ പേരുകൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അള്ളാഹുവിന്റെ
പേരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതും സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മെൻഷനിങ് നടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് പരാതിയുടെ കാതലായ ഭാഗത്തേക്ക് വരുമ്പോൾ റദ്ദ് ചെയ്യേണ്ട സത്യപ്രതിജ്ഞയുടെ കൂട്ടത്തിൽ നിന്നും UDFന്റെ മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ ആറ്റുകാലമ്മയ്ക്കും ശ്രീ പത്മനാഭസ്വാമിക്കും ഒക്കെ മാത്രമാണ് വിലക്കും അല്ലെങ്കിൽ CPMന്റെ നിരോധനവും ഒക്കെ ഏർപ്പെടുത്താൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ പരാതിയിൽ ഒരു വിചിത്രമായ ഭാഗം എന്നുള്ളത്. നേരത്തെ നമ്മൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഹിന്ദു ദൈവങ്ങളുടെ പേരുകൾ മാത്രം ഉപയോഗിച്ച് സത്യപ്രതിജ്ഞകൾ റദ്ദാക്കണമെന്നുള്ള CPMന്റെ നിലപാടും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലും പച്ച വർഗീയത പരത്തി CPM BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിലാണ് CPMന് പരാതി. അതേസമയം മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ CPMന് പരാതിയില്ല. CPMന്റെ ഇരട്ടത്താപ്പാണ് വീണ്ടും വെളിവായിരിക്കുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.